എല്ലാവർക്കും നമസ്കാരം. ഇ-ലേണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ BNSന്റെ അടുത്ത ഭാഗത്തിലേക്ക് പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു വെച്ചത് എവിടെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു ചാപ്റ്ററുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് അധ്യായം 12 ആണ്, ചാപ്റ്റർ 12 ആണ്. എന്താണെന്ന് നോക്കിയേ, പബ്ലിക് സർവന്റുകൾ ചെയ്യുന്നതോ അവരെ സംബന്ധിക്കുന്നതുമായ കുറ്റങ്ങളെ പറ്റി ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ, അതായത് കേന്ദ്ര സർക്കാരിന്റെയോ സംസ്ഥാന സർക്കാരിന്റെയോ കീഴിൽ വരുന്ന ഉദ്യോഗസ്ഥർ അവർ ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ പറ്റിയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന അധ്യായം 12 പറയുന്നത്. നമുക്ക് നോക്കാം. ആദ്യത്തെ വകുപ്പ് ഏതാണെന്ന് നമുക്ക് നോക്കാം. 198 എന്താണെന്ന് നോക്കി. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ക്ഷതി ഉണ്ടാക്കുക, നമുക്കറിയാം അപായം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പബ്ലിക് സർവന്റ് നിയമം പാലിക്കാതിരിക്കുന്നതിനെ പറ്റി പറയുന്ന വകുപ്പാണ് സെക്ഷൻ 198. 198. അപ്പോൾ ഒരു പബ്ലിക് സർവന്റ്, ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ എന്തു ചെയ്യുന്നു, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അപായം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു, അദ്ദേഹം ആ നിയമം പാലിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വകുപ്പാണ് 198. ഒരു പബ്ലിക് സർവന്റ് അയാൾ എങ്ങനെ പെരുമാറണമെന്നുള്ള നിയമത്തിന്റെ ഏതെങ്കിലും നിർദ്ദേശം, ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് ഉള്ളതിന്റെ നിയമങ്ങളുണ്ടല്ലോ, ആ നിയമത്തിൽ പാലിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ മറ്റൊരാൾക്ക് അപായം ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ടും എന്ത് ചെയ്യുന്നു, ഇതുകൊണ്ട് വേറൊരാൾക്ക് അപായം ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ടും ബോധപൂർവം നിയമം അനുസരിക്കാതിരുന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വകുപ്പാണ് 198, സെക്ഷൻ 198 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ അറിഞ്ഞുകൊണ്ട് ഇത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഈ പറയുന്ന നിയമം അനുസരിച്ചുള്ള എൻ്റെ ഈ കാര്യം, എൻ്റെ കൃത്യം ഞാൻ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ മറ്റാരെങ്കിലും ഒരു വ്യക്തിക്ക് ക്ഷതി ഉണ്ടാകും, അപകടം ഉണ്ടാകും എന്ന് അറിഞ്ഞിട്ട് പോലും എന്തു ചെയ്യുന്നില്ല, ഇതിനൊരു മാറ്റം അല്ലെങ്കിൽ ആ നിയമം അനുസരിച്ച് അത് മുന്നോട്ട് പ്രവൃത്തി ചെയ്യുവാൻ ഇയാൾ തയ്യാറാകാത്ത സാഹചര്യത്തിൽ കിട്ടുന്ന വകുപ്പ്, കൊണ്ടുവരുന്ന വകുപ്പ് 198 ആണ്, സെക്ഷൻ 198. ശിക്ഷ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു വർഷത്തെ വെറും തടവോ അല്ലെങ്കിൽ പിഴയോ ഇവ രണ്ടും ഒരുമിച്ചോ ലഭിക്കുന്നു. അതൊക്കെ എളുപ്പമല്ലേ, പെട്ടെന്ന് പഠിച്ചു വെക്കാം. എന്താണ് വെറും തടവാണ്, ഒരു വർഷത്തെ വെറും തടവോ ഒരു വർഷത്തെ വെറും തടവോ പിഴയോ അല്ലെങ്കിൽ ഇവ ഒരുമിച്ചോ ലഭിക്കുന്നു എന്നത് ഓർത്തു വെച്ചിരിക്കുക. ഈ ഒരു സാഹചര്യത്തിൽ എളുപ്പമായിട്ടുള്ള ഒരു സെക്ഷനാണ്. ഇനി നമുക്ക് നോക്കാം അടുത്ത സെക്ഷൻ ഏതാണെന്ന്. സെക്ഷൻ 199 മറ്റതുമായിട്ട് അതേ ബന്ധമുള്ള ഒരു സെക്ഷനാണ്. പബ്ലിക് സർവന്റുമാർ നിയമപ്രകാരമുള്ള നിർദ്ദേശങ്ങൾ അനുസരിക്കാതിരിക്കുന്നതിനെ പറ്റി പറയുന്നു. അപ്പോൾ നിയമപ്രകാരമുള്ള കാര്യങ്ങൾ അനുസരിക്കാതിരിക്കുന്നു, ഒരു കുറ്റത്തിന്റെയോ മറ്റേതെങ്കിലും അന്വേഷണത്തിന്റെ ഭാഗമായോ ഏതെങ്കിലും ഒരു കുറ്റം ഉണ്ടാകുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുറ്റത്തുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ സമയത്തോ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഹാജരാക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ അത് വിലക്കുന്ന ഏതെങ്കിലും നിയമനിർദ്ദേശം അറിഞ്ഞുകൊണ്ട് തന്നെ അത് അനുസരിക്കാതിരിക്കുന്നതാണ് ഈ പറയുന്നത്. അപ്പോൾ ഒരു കുറ്റം ചെയ്ത ഒരു വ്യക്തിയെ ഇന്നടുത്ത് ഹാജരാക്കണം എന്ന് പറയുമ്പോൾ അത് പാലിക്കണോ വേണ്ടായോ എന്ന് ആർക്കറിയാം? ഈ ഉദ്യോഗസ്ഥൻ അറിയാം. എന്നിട്ടും അത് അറിഞ്ഞുകൊണ്ട് തന്നെ ആ നിയമം എന്താണ് പറയുന്നത് അത് പാലിക്കണം അല്ലെങ്കിൽ വേണ്ട, അത് അനുസരിക്കേണ്ട, അങ്ങനെ ചെയ്യണ്ട എന്ന് അറിഞ്ഞിരുന്നു കൊണ്ടും അത് എന്ത് ചെയ്യുകയാണ്, അയാൾ പാലിക്കുകയാണെങ്കിൽ, അത് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതാണ് എവിടെ വരുന്നത്, സെക്ഷൻ 199 അതിൽ വരുന്നത്, 199 വരുന്നത്. കാര്യം മനസ്സിലായല്ലോ, എളുപ്പമാണെന്ന് വായിച്ചു നോക്കി വിട്ടാൽ മതി. ശിക്ഷ നോക്കാം നമുക്ക്. 6 മാസത്തിൽ കുറയാത്തതും, ശിക്ഷ എവിടെ വരുന്നു, 6 മാസത്തിൽ കുറയാത്തതും 2 വർഷത്തോളം ആകുന്നതുമായ കഠിന തടവിന് ശിക്ഷിക്കപ്പെടുന്നു. കൂടാതെ പിഴയും ലഭിക്കുന്നു. നോക്കിയേ, അവിടെ ഒരു വാക്ക് വരുന്നുണ്ട്. എന്താണ്? കഠിന തടവ് എന്നുള്ള ഒരു വാക്ക് വരുന്നുണ്ട്. 2 വർഷത്തോളം ആകുന്നതുമായ കഠിന തടവ് എന്നുള്ള ഒരു വാക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ശിക്ഷ കഠിന തടവ് വരുന്നു, ഓർത്തു വെച്ചിരിക്കുക. അടുത്തത് എന്താണെന്ന് നോക്കാം. നോക്കിയേ, സെക്ഷൻ 200 ആണ്. സെക്ഷൻ 200 പറയുന്നത് കുറ്റത്തിനിരയായ ആളെ ചികിത്സിക്കാതിരുന്നാലുള്ള ശിക്ഷ. അപ്പോൾ ഒരു കുറ്റത്തിന് ഇരയായ വ്യക്തിയെ ഏതെങ്കിലും ആശുപത്രികളിൽ കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹത്തിന് ആ ഇരയായ വ്യക്തിയെ എന്ത് നൽകുന്നില്ല, അയാൾക്ക് വേണ്ട ചികിത്സ നൽകുന്നില്ല, വൈദ്യസഹായം നൽകുന്നില്ല എന്ന സാഹചര്യത്തിൽ നമുക്കറിയാം ഏതൊക്കെ ഹോസ്പിറ്റലാണ് നമുക്ക് കൂടുതലും നമ്മുടെ നാട്ടിൽ കാണുന്ന ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉള്ളത്. ഉദ്യോഗസ്ഥരെ നമുക്ക് പബ്ലിക് സർവന്റ് എന്ന് വിളിക്കാം, ആണല്ലോ. അപ്പോൾ ആ സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു ഇരയെ അവിടെ കൊണ്ടു ചെല്ലുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നു, പബ്ലിക് സർവന്റുകളായിട്ടുള്ള ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മെഡിക്കൽ
മെഡിക്കൽ പരമായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാര് എന്ത് ചെയ്യുന്നു? അവർക്ക് ചികിത്സ നിഷേധിക്കുന്ന സാഹചര്യത്തിലാണ് ഏത് സെക്ഷൻ വരുന്നത്? സെക്ഷൻ 200 വരുന്നത്. മനസ്സിലായല്ലോ? നോക്കിയോണേ, കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ തദ്ദേശ സ്ഥാപനങ്ങളോ നടത്തുന്ന ഏതെങ്കിലും ആശുപത്രിയുടെ ചുമതലയിലിരിക്കുന്ന വ്യക്തി കുറ്റത്തിനിരയായ ആളെ ചികിത്സിക്കാതെ കൈയൊഴിയുന്ന അവസരത്തിൽ നടത്തുന്ന അല്ലെങ്കിൽ നിലവിൽ വരുന്ന വകുപ്പ് BNSന്റെ സെക്ഷൻ 200 ആണ് എന്ന് ഓർത്തിരുന്നോളാം. BNSന്റെ സെക്ഷൻ 200. സംഭവം മനസ്സിലായല്ലോ? അപ്പോൾ പരിക്ക് പറ്റി അല്ലെങ്കിൽ കുറ്റത്തിന് ഇരയായ വ്യക്തിയെ ഒരു ആശുപത്രിയിൽ കൊണ്ടു ചെല്ലുന്നു. ആ സമയത്ത് എന്ത് ചെയ്യുന്നില്ല? അദ്ദേഹത്തിന് വൈദ്യസഹായം നൽകാത്ത സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെയോ സംസ്ഥാന സർക്കാരിന്റെയോ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെയോ ഉടമസ്ഥതയിൽ വരുന്ന ഏതെങ്കിലും ആശുപത്രികളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പബ്ലിക് സർവന്റ് ഇങ്ങനെ നിഷേധപൂർവമായിട്ടുള്ള കാര്യങ്ങൾ മുന്നിട്ട് എടുക്കുകയാണെങ്കിൽ അവർക്ക് വൈദ്യസഹായം നിഷേധിക്കുന്ന സാഹചര്യത്തിൽ ലഭിക്കുന്ന വകുപ്പാണ് സെക്ഷൻ ഏതെന്ന് പറയുന്നത്? സെക്ഷൻ 200. കിട്ടുന്ന ശിക്ഷ നമുക്ക് നോക്കാം. ശിക്ഷ 1 വർഷത്തെ ശിക്ഷ നോക്കിയോണേ, 1 വർഷത്തെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടെയാണ് ശിക്ഷ കിടക്കുന്നത്. ശിക്ഷ 1 വർഷത്തെ തടവോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടി ഒരുമിച്ചോ ലഭിക്കുമെന്ന കാര്യം നമ്മൾ ഓർത്തിരിക്കുക. ഏത് വകുപ്പിന്? സെക്ഷൻ 200ന്. കിട്ടിയല്ലോ സംഭവം? അപ്പോൾ സെക്ഷൻ 200 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കിയേക്കണം. ഒരു കുറ്റത്തിനിരയായ അപകടം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറ്റത്തിനിരയായ ഒരാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ, കേന്ദ്ര സർക്കാരിന്റെയോ സംസ്ഥാന സർക്കാരിന്റെയോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയോ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കുന്നു. ആ സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നില്ല? അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് ചികിത്സ നിഷേധിക്കുകയാണ്. നമ്മൾ PHSC, പ്രൈമറി ഹെൽത്ത് സെന്റർ, എല്ലാ പഞ്ചായത്തുകളുടെ കീഴിലുമാണല്ലോ വരുന്നത് അല്ലെ? PHSC ഇന്ന പഞ്ചായത്തുകൾക്ക് ഒരു PHSC എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. അതേപോലെ താലൂക്ക് ഹോസ്പിറ്റലുണ്ട്, മെഡിക്കൽ കോളേജുകളുണ്ട്. അപ്പോൾ അങ്ങനത്തുള്ള ഹോസ്പിറ്റൽ കേന്ദ്ര സർക്കാരിന്റെ മെഡിക്കൽ കോളേജുകളുണ്ട്. നമുക്കറിയാം ശ്രീ ചിത്ര എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഉള്ള സാഹചര്യങ്ങളിൽ അവിടെ കൊണ്ടു ചെല്ലുന്ന സാഹചര്യത്തിൽ അങ്ങനത്തെ ഉള്ള ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്ന സമയത്ത് ചികിത്സ നിഷേധിക്കുകയാണെങ്കിൽ വരുന്ന വകുപ്പാണ് ഏതെന്ന് പറയുന്നത്? സെക്ഷൻ 200 എന്ന് പറയുന്നത് ഓർത്തിരുന്നോണം. കേട്ടല്ലോ? അപ്പോൾ അവിടെ കിട്ടുന്ന ശിക്ഷ നമ്മൾ ഓർത്തിരിക്കുക. എന്താണ് ശിക്ഷ? 1 വർഷത്തെ തടവോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ചോ ലഭിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് നമുക്ക് നോക്കാം എന്താണ് പറയുന്നതെന്ന്. നോക്കിയേ, സെക്ഷൻ 201 ആണ്. സെക്ഷൻ 201 പറയുന്നു, പബ്ലിക് സർവന്റ് ക്ഷതി ഉളവാക്കുന്ന രീതിയിൽ തെറ്റായ രേഖകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പബ്ലിക് സർവന്റ് എന്തെങ്കിലും രേഖകൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ, അതായത് തെളിവുകൾ, നമ്മൾ FIR എഴുതുക എന്നൊക്കെ പറയത്തില്ല, എന്തെങ്കിലും രേഖകൾ ഉണ്ടാക്കിയെടുക്കുന്ന സാഹചര്യത്തിൽ ആ രേഖ കാരണം മറ്റേതെങ്കിലും ഒരു വ്യക്തിക്ക് എന്ത് സംഭവിക്കുക? ക്ഷതി ഉണ്ടാകുക, അയാൾക്ക് അപായം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞിരുന്നിട്ടും അങ്ങനെ എന്ത് ചെയ്യുന്നു? രേഖകൾ, കൃത്രിമമായിട്ടുള്ള രേഖകൾ ഉണ്ടാക്കിയെടുക്കുന്നു. അതിനെ പറ്റി പറയുന്ന വകുപ്പാണ് സെക്ഷൻ 201. നോക്കിയോണേ, ഒരു പബ്ലിക് സർവന്റ് ഏതെങ്കിലും രേഖയോ ഇലക്ട്രോണിക് റെക്കോർഡോ തയ്യാറാക്കുന്ന സാഹചര്യത്തിൽ താൻ ചെയ്യുന്ന രേഖകളോ ഇലക്ട്രോണിക് റെക്കോർഡുകളോ തെറ്റായ രീതിയിലാണെന്ന് അറിഞ്ഞിരുന്നു കൊണ്ട് അങ്ങനെ ചെയ്യുന്ന, വീണ്ടും അങ്ങനെ തന്നെ ചെയ്യുകയാണ്. എനിക്കറിയാം ഞാൻ ഉണ്ടാക്കുന്ന രേഖ അല്ലെങ്കിൽ ആ തെളിവുകൾ, ഇലക്ട്രോണിക് റെക്കോർഡുകൾ എല്ലാം തെറ്റാണ്, വേറൊരാൾക്ക് ഇത് കാരണം ഒരാളുടെ ജീവൻ, അയാൾ എന്തെങ്കിലും ചെയ്യാം, അയാളുടെ ജീവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞിരുന്നിട്ടും ഞാൻ ആ രീതിയിൽ കള്ളത്തെളിവുകൾ, കള്ളരേഖകൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാനാകുന്ന പബ്ലിക്, അത് കൂടുതലും നമുക്കറിയാം യൂണിഫോം പോസ്റ്റുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കായിരിക്കും ഇത് വരുന്നത് അല്ലെ? അത് അറിഞ്ഞിരുന്നു കൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞ സാഹചര്യത്തിൽ എന്തുണ്ടാകുന്നു? എനിക്ക് കിട്ടുന്ന വകുപ്പ് സെക്ഷൻ 201 ആണ്. ഞാൻ ഇങ്ങനെ ചെയ്തു. എന്ത് ചെയ്തു? അറിഞ്ഞുകൊണ്ട്, ഒരാൾക്ക് ക്ഷതി ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടിട്ട് കള്ളത്തെളിവുകൾ ഉണ്ടാക്കി, കള്ള റെക്കോർഡുകൾ ഉണ്ടാക്കി, ഈ സാഹചര്യത്തിൽ എനിക്ക് മേൽ ചുമത്തുന്ന വകുപ്പ് BNSലെ സെക്ഷൻ 201 എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. ശിക്ഷ എന്തായാലും ഇവിടെ എങ്ങനെയായിരിക്കും? നല്ല ശിക്ഷയായിരിക്കുമല്ലോ കിട്ടുന്നത്. നോക്കിയേ, 3 വർഷത്തെ തടവോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടുമോ കിട്ടുന്നു. എത്രയാണ്? 3 വർഷത്തെ തടവ്, പിഴ അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ച് ലഭിക്കാൻ സാധ്യതയുള്ള വകുപ്പ് കൂടിയാണെന്ന് ഓർത്തിരിക്കുക. വകുപ്പ് ഏതാണ്? സെക്ഷൻ 201. 200 ഓർമ്മയുണ്ടല്ലോ? 201 എന്ന് പറയുമ്പോൾ ആരുണ്ടാക്കുന്നു? പബ്ലിക് സർവന്റ് അറിഞ്ഞുകൊണ്ട് തന്നെ കള്ളത്തെളിവുകൾ, കള്ളരേഖകൾ, കള്ളപ്രമാണങ്ങൾ ഇവ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ 201 എന്ന് ഓർത്തിരുന്നോണം. 200 എന്താണെന്ന് നിങ്ങൾ കണ്ടായിരുന്നു. കുറ്റത്തിനിരയായ ആളെ ആര് ചികിത്സിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ, ചികിത്സ അയാൾക്ക് നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിൽ എന്ത് കിട്ടുന്ന വകുപ്പാണ്? 200. ഇനി നോക്കിയോ, നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ള സെക്ഷൻ 202 ആണ്.
പബ്ലിക് സർവന്റ് നിയമവിരുദ്ധമായ വ്യാപാരത്തിൽ ഏർപ്പെടുന്നത്. അപ്പോൾ നിയമവിരുദ്ധമായ വ്യാപാരത്തിൽ ഏർപ്പെടുന്ന ഏതെങ്കിലും ഒരു വ്യാപാരത്തിൽ ഏർപ്പെടാൻ പബ്ലിക് സർവന്റ് നിയമം അനുവദിക്കാത്തതാണെങ്കിലും അത് അറിഞ്ഞുകൊണ്ട് അങ്ങനെ വ്യാപാരത്തിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്ന ശിക്ഷ. അപ്പോൾ ഏതെങ്കിലും ഒരു കച്ചവടമൊക്കെ നടത്തുവാൻ വേണ്ടി അല്ലെ, ഏതെങ്കിലും കച്ചവട കാര്യങ്ങളൊക്കെ നടത്താൻ ആർക്കും അനുമതിയില്ല, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ ഗവൺമെന്റ് സർവന്റിന് അധികാരമില്ല എന്ന് നിയമത്തിൽ എടുത്ത് പറയുന്നുണ്ട്. അത് അറിഞ്ഞിരുന്നു കൊണ്ടും എന്ത് ചെയ്യുന്നു, അങ്ങനെ എന്തെങ്കിലും സ്വന്തം ആയിട്ട് കച്ചവടങ്ങളോ കാര്യങ്ങളോ മറ്റു ചെയ്യുന്ന വ്യാപാരം മറ്റും ചെയ്യുകയാണെങ്കിൽ അതിന് കണ്ടെത്തുകയാണെങ്കിൽ കിട്ടുന്ന ശിക്ഷയാണ് വകുപ്പാണ് സെക്ഷൻ 202. 1 വർഷം തടവോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ചോ ലഭിക്കാവുന്ന വകുപ്പ് കൂടിയാണ് സെക്ഷൻ 202 എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇതാണ് അവിടെ പറയുന്ന സെക്ഷൻ 202 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്, ഓർത്തിരുന്നാൽ മതി. പബ്ലിക് സർവന്റ് വ്യാപാരമോ കച്ചവടമോ മറ്റോ നടത്തുകയാണെങ്കിൽ നിയമത്തിൽ അങ്ങനെ പറയുന്നില്ല പബ്ലിക് സർവന്റിന് എന്നും നടത്താൻ പാടില്ല, വ്യാപാരം അങ്ങനത്തുള്ള കച്ചവടങ്ങൾ കാര്യങ്ങളൊന്നും നടത്താൻ പറയുന്നില്ല നിയമത്തിനകത്തിൽ. അത് അറിഞ്ഞിരുന്നു കൊണ്ടും എന്ത് ചെയ്യുന്നു, വ്യാപാരവും മറ്റോ ചെയ്യുകയാണെങ്കിൽ വരുന്ന വകുപ്പാണ് ഏതെന്ന് പറയുന്നത് സെക്ഷൻ 202. മനസ്സിലാവുന്നുണ്ടല്ലോ? ഈ ഒരു ഭാഗം വളരെ സിമ്പിൾ ആണ് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാനും പറ്റും, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യുന്ന ഈ ഒരു അധ്യായം. അടുത്ത നമുക്ക് നോക്കാം സെക്ഷൻ 203. അപ്പോൾ സെക്ഷൻ 203 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പബ്ലിക് സർവന്റ് നിയമവിരുദ്ധമായി വസ്തുക്കൾ വിലയ്ക്ക് വാങ്ങുകയോ വസ്തുക്കൾ ലേലത്തിൽ പിടിച്ചെടുക്കുകയോ ചെയ്യുന്നത് കുറ്റകരമാണെന്ന് പറയുന്ന വകുപ്പാണ്. ഓർത്തിരുന്നോണം, വളരെ നല്ലൊരു സെക്ഷൻ ആണ്. അപ്പോൾ നോക്കി, പബ്ലിക് സർവന്റ് നിയമവിരുദ്ധമായി നിയമത്തിനെതിരായിട്ട് അയാളുടെ നിയമങ്ങൾക്ക് എതിരായിട്ട് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിട്ടിരിക്കുന്ന സാഹചര്യങ്ങൾ നിയമം കാര്യങ്ങളും എല്ലാം പുള്ളിക്കറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. അതിന് അതീതമായി നിയമവിരുദ്ധമായി എന്തു ചെയ്യുന്നു, കുറെ ഭൂസ്വത്തുക്കൾ സമ്പാദിച്ചെടുക്കുന്നു, നിയമവിരുദ്ധമായി കുറെ ഭൂസ്വത്തുക്കൾ സ്വന്തമാക്കി എടുക്കുന്നു. അതേപോലെ അത് എന്ത് ചെയ്യുന്നു, അത് വിലയ്ക്ക് വാങ്ങുകയായിരിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യുകയാണ്, ലേലത്തിൽ പിടിച്ചെടുക്കുകയായിരിക്കാം, അല്ലെങ്കിൽ ഒന്നോ അതിലധികമോ ആൾക്കാരുമായിട്ട് ചേർന്ന് പങ്കാളിത്തത്തോടെ പാർട്ട്ണർഷിപ്പിലൂടെ എന്ത് ചെയ്യുകയായിരിക്കാം, നേടിയെടുക്കുകയായിരിക്കാം. ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഉണ്ടാവുന്ന സെക്ഷനാണ് ഏതെന്ന് പറയുന്നത് സെക്ഷൻ 203 എന്ന് ഓർത്തിരിക്കുക. ഒരു വ്യക്തി പബ്ലിക് സർവന്റ് ആയിരിക്കെ ഒരു വസ്തു വിലയ്ക്ക് വാങ്ങുകയോ ലേലത്തിൽ സ്വന്തമാക്കുകയോ മറ്റൊരാളുമായി ചേർന്ന് സ്വന്തമാക്കുകയോ, മറ്റൊരാളുമായിട്ട് ചേർന്ന് എന്ന് ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും, പാർട്ട്ണർഷിപ്പാണ് ചെയ്യുന്നത് കുറ്റകരമാണെന്ന് പറയുന്നു. അതിനുള്ള ശിക്ഷ നമുക്കറിയാം. അപ്പൊ ഞാനൊരു സർവീസിലിരിക്കുന്ന ആളാണ്, ഞാൻ അനധികൃതമായിട്ട് സ്വത്ത് സമ്പാദിക്കുന്നു, നിയമത്തിന് അതീതമായിട്ട് കുറെ അധികം സ്വത്തുകൾ സമ്പാദിച്ചെടുക്കുന്നു, പല ബിസിനസ്സുകളും കാര്യങ്ങളും മറ്റും ഒക്കെ ചെയ്യുകയാണ്. അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് കാശ് ഉണ്ടാക്കുന്നു, വേറൊരു രീതിയിൽ നിയമവിരുദ്ധമായിട്ട് പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്കെതിരെ വരുന്ന വകുപ്പാണ് ഏതെന്ന് പറയുന്നത് സെക്ഷൻ 203 എന്ന് ഓർത്തിരിക്കുക. സെക്ഷൻ 203 പ്രകാരം ഇങ്ങനെ ചെയ്യുന്ന കുറ്റക്കാർക്ക് ലഭിക്കുന്ന ശിക്ഷ എളുപ്പമാണ്, പഠിച്ചോണം, സിമ്പിൾ ആയിട്ടുള്ള ശിക്ഷയാണ്. നോക്കിയേ, 2 വർഷം വെറും തടവോ പിഴയോ വസ്തുക്കൾ കണ്ടെത്തുകയോ ചെയ്യുന്നു. അദ്ദേഹം ഉണ്ടാക്കിയ ആ വസ്തു ഉണ്ടല്ലോ, ആ വസ്തുക്കള് കണ്ടെത്തലാണ് ചെയ്യുന്നത്. അപ്പോൾ അനധികൃതമായിട്ടുള്ള സ്വത്ത് കണ്ടെത്തലോ അല്ലെങ്കിൽ എന്താണ് 2 വർഷം വെറും തടവോ പിഴയോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, സ്വത്തുക്കൾ കണ്ടെത്തുകയോ ചെയ്യുകയാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്. ഓർത്തിരുന്നോണം. അപ്പോൾ ഇനി അടുത്തുള്ള സെക്ഷൻ നോക്കിയേ, സെക്ഷൻ 204. ഒരു പബ്ലിക് സർവന്റ് ആയിട്ട് ആൾമാറാട്ടം നടത്തുന്ന സാഹചര്യം. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞുകൊണ്ട് ആൾമാറാട്ടം നടത്തുന്ന സാഹചര്യങ്ങളെയാണ് പറയുന്നത്. ഏതെങ്കിലും പ്രത്യേക ഉദ്യോഗം താൻ വഹിക്കുന്നില്ല എന്ന് അറിഞ്ഞിരുന്നിട്ടും, ഞാനൊരു ഉദ്യോഗസ്ഥനല്ല, ഗവൺമെന്റ് ഉദ്യോഗസ്ഥനല്ല എന്ന് എനിക്കറിയാം, അല്ല നമുക്കറിയാലോ, നമ്മൾ ആരാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ അറിഞ്ഞിരുന്നു കൊണ്ടും പബ്ലിക് സർവന്റ് എന്ന നിലയിൽ പെരുമാറുകയും ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് എന്ന നിലയിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പെരുമാറുകയും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആളായിട്ട് വ്യാജമായ ആൾമാറാട്ടം നടത്തുകയും ചെയ്യുന്ന, അങ്ങനെ അല്ലെങ്കിൽ എന്ത് ചെയ്യുകയാണ്, ആൾമാറാട്ടം നടത്തി അങ്ങ് ചെയ്യുകയാണ്. ഇന്ന ആളുടെ പേരിൽ ഇവിടുത്തെ ആ ഉദ്യോഗസ്ഥൻ ഇന്ന ആളാണ്, ആ ആളുടെ പേരിൽ പോയി അദ്ദേഹത്തിന്റെ പേര് എന്തെങ്കിലും ഒരു പേര് സുഭാഷ് എന്നാണ്, അദ്ദേഹത്തിന്റെ പേര് ഞാനാണ് സുഭാഷ് എന്ന് പറഞ്ഞു, ഞാനാണ് ഇവിടുത്തെ മെയിൻ ഓഫീസർ, ഇന്ന ആൾ ഹെൽത്ത് ഇൻസ്പെക്ടർ, അങ്ങനെ ഏതെങ്കിലും ഒരു ഓഫീസറായിട്ട് വന്ന ആൾക്കാരെ പറ്റിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് വരുന്ന വകുപ്പാണ് സെക്ഷൻ 204 എന്ന് ഓർത്തിരിക്കുക. ശിക്ഷ 6 മാസത്തിൽ കുറയാത്തതും 3 വർഷത്തോളം ആകുന്നതുമായ തടവും പിഴയുമാണെന്ന് ഓർത്തിരുന്നോണം. 3 വർഷത്തോളം ആകുന്ന തടവും പിഴയും. അപ്പോൾ ഏറ്റവും ചെറുത് മിനിമം എത്രയാണ്, 6 മാസത്തോളം
വർഷത്തോളം അകത്ത് കടന്നേ പറ്റൂ. മാക്സിമം എത്രയാണ്? 3 വർഷം. കൂടെ എന്തും കിട്ടുന്നുണ്ട്, പിഴയും ലഭിക്കുന്നു എന്ന് ഓർത്തിരുന്നോളം. പബ്ലിക് സെർവന്റ് ആയിട്ട് എന്ത് ചെയ്യുകയാണ്? ആൾമാറാട്ടം നടത്തുകയാണ്. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞുകൊണ്ട് ആൾമാറാട്ടം നടത്തി എന്ത് ചെയ്യുന്നു? ജനങ്ങളെ അല്ലെങ്കിൽ ആൾക്കാരെ പറ്റിക്കുന്ന സാഹചര്യത്തിൽ വരുന്ന സെക്ഷൻ 204. ശിക്ഷ 6 മാസം മുതൽ ഏറ്റവും മിനിമം 6 മാസം, പരമാവധി എത്രയാണ്? 3 വർഷമാണ്. കൂടെ എന്തും ലഭിക്കാറുണ്ട്, പിഴയും ലഭിക്കാറുണ്ടെന്നുള്ള കാര്യം ഓർത്തിരുന്നോളാം. അപ്പോൾ ഇനി അടുത്തത് സെക്ഷൻ 205 ആണ്. നോക്കിയേ, വഞ്ചനാപൂർവമായ ഉദ്ദേശത്തോടു കൂടി പബ്ലിക് സെർവന്റുമാർ ഉപയോഗിക്കാറുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയോ ടോക്കൺ കൊണ്ട് നടക്കുകയോ ചെയ്യുന്നത് കുറ്റകരമാണെന്ന് പ്രതിപാദിക്കുന്നു. ഒരു വഞ്ചനാപരമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി. നമുക്കറിയാം, പോലീസ് ഉദ്യോഗസ്ഥർക്ക് മാത്രം ധരിക്കാൻ പറ്റുന്ന റാങ്കും അവരുടെ യൂണിഫോമും നമ്മൾ കണ്ടിട്ടുണ്ട്, അവരുടെ ക്യാപ്പ് ഒക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുന്നു? ആ ഒരു യൂണിഫോം എടുത്ത് ധരിക്കുന്നു. അല്ലെങ്കിൽ ഡോക്ടറിന്റെ അവരുപയോഗിക്കാറുള്ള സാധനങ്ങൾ അറിയാമല്ലോ നമുക്ക്, ആ സ്റ്റെതസ്കോപ്പും അങ്ങനത്തുള്ള അവരുടെ യൂണിഫോം കാര്യങ്ങൾ അതെല്ലാം ധരിച്ചു കൊണ്ട് വന്നിട്ട് ആൾക്കാരെ പറ്റിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും വഞ്ചനാപൂർവമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ധരിക്കാറുള്ള യൂണിഫോം, ആ യൂണിഫോം എന്ത് ചെയ്യുകയാണ്? എന്തെങ്കിലും വഞ്ചനാപൂർവമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി എടുത്ത് ധരിക്കുന്നു. അവർ ഉപയോഗിക്കാറുള്ള ടോക്കൺസ്, അങ്ങനത്തുള്ള കാര്യങ്ങൾ, ID കാർഡ്, അങ്ങനത്തുള്ള സാധനങ്ങളെല്ലാം ധരിച്ചു കൊണ്ട് വന്നിട്ട് എന്ത് ചെയ്യുന്നു? കുറ്റം ചെയ്യുകയാണ്, നടക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ പറ്റി പറയുന്ന വകുപ്പാണ് 205 എന്ന് ഓർത്തിരിക്കുക. 205 എന്നുള്ള സെക്ഷൻ ഇതാണ്. ആൾമാറാട്ടം നടത്തുകയാണ് സത്യത്തിൽ, പക്ഷേ അതിനകത്തിൽ എന്തുകൂടെ ധരിക്കുന്നുണ്ട്? യൂണിഫോമോ ടോക്കണുകളോ എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിച്ചുകൊണ്ട് നടത്തുകയാണെങ്കിൽ അങ്ങനത്തുള്ള സെക്ഷൻ 205 ആണ്. ശിക്ഷ 3 മാസത്തെ തടവോ 5000 രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കുന്നു എന്ന് ഓർത്തിരിക്കുക. 3 മാസത്തെ തടവോ അല്ലെങ്കിൽ എത്രയാണ്? 5000 രൂപ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ ലഭിക്കുന്ന വകുപ്പാണ് ഏതെന്ന് പറയുന്നത്? നമ്മളുടെ സെക്ഷൻ 205 എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക ഈ ഒരു കാര്യം കൂടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇത്രയും ഉള്ളൂ. നമ്മൾ ഇന്ന് ഏത് തീർത്തിരിക്കുവാണ്? BNSന്റെ അധ്യായം 12, ചാപ്റ്റർ 12 എന്ന് പറയുന്ന ഭാഗം നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇത് നന്നായിട്ട് പഠിക്കുക. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. എല്ലാവർക്കും